ഭൂതത്താൻകെട്ടിൽ പെരിയാറിന്റെ സമീപത്തുള്ള വീടുകളിലും സ്ഥാപനങ്ങളിലും ജലക്ഷാമം നേരിടുന്നതായി പരാതി. കിണറുകളിൽ വെള്ളം വറ്റിയതാണ് കാരണം. റിസർവോയറിനോട് ചേർന്ന തടാകത്തിൽ വെള്ളം പിടിച്ചാൽ മാത്രമേ കിണറുകളിൽ നീരുറവ ഉണ്ടാവുകയുള്ളൂ. അധികാരികളുടെ ഇടപെടൽ വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഭൂതത്താൻകെട്ടിൽ റിസർവോയറിനോട് ചേർന്നുള്ള തടാകത്തിൽ ഇപ്പോൾ വെള്ളമില്ല. ഡാമിന്റെ ഷട്ടർ തുറന്നതോടെയാണ് തടാകം വറ്റിയത്. ഇതോടെ തടാകത്തിന്റെ സമീപത്തുള്ള കിണറുകളും വറ്റിയിരിക്കുകയാണ്. വീട്ടാവശ്യത്തിന് കിണറുകളെ ആശ്രയിക്കുന്നവരെല്ലാം ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. കടുത്ത ജലക്ഷാമം നേരിടുകയാണെന്ന് സ്ഥാപനങ്ങളിലും വീടുകളിലുമുള്ളവരും പറയുന്നു. കിണറുകളിലൊന്നും നീരുറവ ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. മുറ്റത്ത് കിണറുണ്ട്, പക്ഷേ വെള്ളമില്ല. കനാലിലും വെള്ളമില്ല, പുഴയിലും വെള്ളമില്ല. ഒരു മഴ പെയ്താൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഇവർ മൊത്തം പൊക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് വരെ ഞങ്ങൾക്ക് ഇവിടെ വെള്ളമില്ല ഉണ്ടായതാണ്. മഴ പെയ്താൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടും. കുളിക്കാനും അലക്കാനും ഞങ്ങൾക്ക് അതിനുള്ള വെള്ളം കിട്ടുള്ളൂ. ഒരാഴ്ച മഴ പെയ്യാണ്ടിരുമ്പോൾ ഞങ്ങൾക്ക് വെള്ളമില്ലാണ്ട് ഞങ്ങൾ കഷ്ടപ്പാടാണ്. ഞങ്ങൾക്ക് അലക്കാനോ കുളിക്കാനോ ഒന്നും ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ് ഇപ്പം. കിണർ വെള്ളമാണ്, പക്ഷേ കനലിലെ വെള്ളം പുഴയിലെ വെള്ളം പറ്റുമ്പോൾ ഞങ്ങൾക്ക് വെള്ളം കിണറ്റിൽ ഉണ്ടാവില്ലല്ലോ. അതാണ് അവസ്ഥ. തടാകത്തിൽ വെള്ളം നിറഞ്ഞാൽ മാത്രമേ സമീപത്തെ കിണറുകളിൽ വെള്ളമുണ്ടാവുകയുള്ളൂ. തടാകത്തിൽ വെള്ളം പിടിക്കുന്നതിനായി നിർമ്മിച്ചിട്ടുള്ള ചെക്ക് ഡാം ഭാഗികമായി തകർന്നതാണ് വിനയായത്. കരിങ്കൽക്കെട്ട് ഇടിഞ്ഞതിനാൽ തടാകത്തിലെ വെള്ളം ചോർന്നു പോകും. താൽക്കാലികമായെങ്കിലും ഷട്ടർ അടച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് പരിസരവാസികൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ ഭയങ്കര വെള്ളത്തിന് ക്ഷാമമാണ്. അതായത് മോട്ടറൊക്കെ നമ്മൾ കിണറിന്ന് അടിക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അടിക്കാനുള്ള ഗ്യാപ്പ് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ വെള്ളം തീർന്നു പോയിട്ട് മോട്ടർ പൊങ്ങി വരിക. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ചുറ്റുവട്ടത്ത് എല്ലാ വീടുകൾക്കും പ്രശ്നമാണത്. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഈ ഡാമിൽ വെള്ളം ഇപ്പോൾ അവർ വെള്ളം പിടിക്കുന്നില്ല. വെള്ളം പിടിക്കാൻ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഇവിടെ വെള്ളമാവും ഈ സൈഡിലൊക്കെ. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. മറ്റേത് ഷട്ടർ തുറന്നിട്ടാലും ഒരു ഇടയ്ക്ക് വെള്ളം പിടിച്ചിട്ട് വെള്ളം കയറ്റും. ഇപ്പോൾ വെള്ളം പിടിച്ചിടുന്നുമില്ല, വെള്ളം വരുന്നുമില്ല. ഇത് ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ വെള്ളം നിറഞ്ഞെങ്കിൽ എല്ലാവർക്കും വെള്ളം വേണ്ടേ? വീടുകളിൽ വെള്ളം നിറഞ്ഞെങ്കിൽ അലക്കാനും തിരിക്കാനും ഒക്കെ വല്ല പുഴയിലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോണവരെ എല്ലാവരും. ഈ പെരിയാറിൻ്റെ തീരത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വെള്ളമുള്ള സ്ഥലമാണ്. അവിടെ താമസിക്കുന്നവർക്കാണ് ഈ ഇതുള്ളത്. പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ എന്തു പറയും? അപ്പോൾ ഇവിടെ വെള്ളം ഏത് കാലത്തും വെള്ളം നിൽക്കുന്ന ഒരു ഇതുണ്ട്. ഇവരിപ്പോൾ ആ ഷട്ടറിൻ്റെ ഒരു ബണ്ടുണ്ട്. ആ ബണ്ട് അവർ പൊട്ടിക്കിടക്കാതെ ഇതുവരെ അടച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. GTV ന്യൂസ്, ഭൂതത്താൻകെട്ട്.